ഗെയ്സ് ഇന്ന് ചോർ മാർക്കറ്റ്, അതായത് സൺഡേ മാർക്കറ്റത്തെ വിശേഷങ്ങളാട്ടോ. പേസ് മൊബൈൽ ഇവിടെ വരുന്നവര് നല്ലോണം ശ്രദ്ധിക്കട്ടെ. ഓജിയും കിട്ടും, നിങ്ങൾക്ക് ഫസ്റ്റ് കോപ്പി സാധനങ്ങളും ഇവിടെ കിട്ടും. അതായത് കണ്ടമാനം ഷൂവിൻ്റെ കളക്ഷനും ഇല്ലാത്ത മോഡൽ ഷൂ ഇല്ല ഇവിടെ. ഏതൊക്കെ കമ്പനികളുടെ ഷൂ ഉണ്ടോ അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഒറിജിനൽ നോക്കിയെടുക്കാൻ പറ്റുന്നവർ മാത്രം അങ്ങോട്ട് പോകട്ടെ. അതായത് അവിടെ പറ്റിക്കാൻ പറ്റിയ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒറിജിനലാണ് കണ്ട് ഇവരെല്ലാം ഒറിജിനലാണ് അറിയും, പക്ഷേ ഒറിജിനലും കിട്ടും ഫസ്റ്റ് കോപ്പിയും കിട്ടും. അത് നല്ലോണം ശ്രദ്ധിച്ച് വാങ്ങാം. ഈ മാർക്കറ്റിന്റെ ലൊക്കേഷൻ എവിടെ വരുന്നത് വെച്ചാൽ ജമാ മസ്ജിദിന്റെ ഫ്രണ്ടിലാട്ടെ ഈ ലൊക്കേഷൻ വരുന്നത്. ഷൂ മാത്രമല്ല ഡ്രസ്സും കിട്ടും. അതായത് കോട്ട് ടൈപ്പ്, അതേപോലെ ഏതൊക്കെ ഡ്രസ്സുകൾ ഉണ്ടോ അങ്ങനത്തെ ടൈപ്പ് എല്ലാ സാധനവും ഫസ്റ്റ് കോപ്പികളും ഇവിടെ ഇഷ്ടം പോലെ കിട്ടും. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട ഷൂ ആണ്. മാർക്കറ്റ് അവിടെ എല്ലാ ദിവസവും ഉണ്ട്, പക്ഷെ ഞായറാഴ്ച എല്ലാവിധ കച്ചവടങ്ങളും ഉണ്ടാവും. ഞായറാഴ്ച കുറച്ച് നേരത്തെ കച്ചവടം തുടങ്ങും, പൊലിച്ചക്ക് കച്ചവടം തുടങ്ങും ഈ ഏരിയയിൽ. പിന്നെ ഞാൻ നോക്കിയത് വാച്ചുകളാട്ടോ. വാച്ചുകൾ ഇവിടെ നല്ല സാധനമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഡ്യൂപ്ലിയാണ്, ഒറിജിനൽ അല്ല. ഒറിജിനലാണെന്ന് എന്നോട് പറഞ്ഞത്. അങ്ങനത്തെ സാധനങ്ങൾ നല്ലോണം നോക്കി അവിടുന്ന് പർച്ചേസ് ചെയ്യാം. ടീഷർട്ടൊക്കെ ഏകദേശം 200 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടോ. അതിന് മാത്രം കളക്ഷൻസ് ഉണ്ട്. അത് നോക്കി നമ്മൾ നല്ല നോക്കി എടുക്കണം. ആകെ ഉണ്ട കൂട്ടി വെച്ചിട്ടുണ്ടാവും. നമ്മൾ പെരുന്നാക്കൊക്കെ തുണി ഷോപ്പ് പോകില്ല, അതേപോലെ നന്നായിട്ട് ഉണ്ട കൂട്ടി വെച്ചിട്ടുണ്ടാവും. നോക്കിയാണ്ട് തെരഞ്ഞ് അതിന്റെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കാൻ കഴിയണം നമുക്ക്. ഫാമിലിക്ക് ഈ ഏരിയ സജസ്റ്റ് ചെയ്യൂല കേട്ടോ. അതായത് തിക്കിലും തിരക്കിലും പെട്ട് ആകെ നാശമായി കാണും. മാർക്കറ്റ് പറഞ്ഞാൽ ഡൽഹി മാർക്കറ്റുകൾ തന്നെ കേട്ടോ. അതായത് പർച്ചേസ് ചെയ്ത് നമുക്ക് പൂതിയാണ് തീർന്നോളൂ. നമ്മളല്ല കൈക്കല്ല പൈസ തീർന്നോളൂ. എല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളേ കാരണം അവിടെ കാണുന്നൊക്കെ. ഞാൻ അതിലാണ്ട് പാസ്സാകുമ്പോൾ തന്നെ ഒരുപാട് മലയാളീസ് അതിലാണ്ട് പർച്ചേസ് ചെയ്ത് നടക്കണം കേട്ടോ. ഡൽഹി നിൽക്കണോലുണ്ടാവും, ചിലപ്പം പാക്കേജും കാര്യങ്ങളൊക്കെ വന്നോലുണ്ടാവും. ഏതായാലും ഈ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇമ്മി മാപ്പിയല്ലാത്ത എല്ലാ മുതലുകളും ഇവിടെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഈ മാർക്കറ്റൊക്കെ ശരിക്കും രാവിലെ ഒരു 5 മണിക്കെങ്കിലും വരണം. എന്താ അറിയോ, എല്ലാ സാധനവും ഇവിടുന്ന് കിട്ടും. ഓജി സാധനം കിട്ടും. ഞാൻ വന്നപ്പോൾ തന്നെ ഏകദേശം ടൈം വൈകി പോയി. ഡൽഹിയിൽ നല്ല തണുപ്പാണ്. ഞാൻ എണീച്ച് വന്നപ്പോൾ ഇതിന് 10 മണിയായി. നമ്മൾ ക്രൗഡ് കൂടെ നടക്കുമ്പോൾ ഞാൻ പിന്നെയും പറയാണ്, പേസ് മൊബൈല് എന്നിവ വേണ്ട എല്ലാ സാധനങ്ങളും നല്ലോണം നോക്കുക. അവിടെ പോലീസിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും. പിന്നെ ഒരു 50% സാധനങ്ങളും ഏകദേശം എവിടുന്നെങ്കിലൊക്കെ കട്ടുകൊടുന്നത്, അല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ ഊരി വെച്ചത് ഇവര് എടുത്തുകൊടുന്നത്, യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഒറിജിനലി. അത് നമ്മളെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് വാങ്ങുക. എനിക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല ഈ യൂസ് ചെയ്ത സാധനം. നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മൾ കട്ട മുതലാണ് പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ. നിങ്ങൾക്ക് ഡൽഹിയിൽ വന്നിട്ട് ഫസ്റ്റ് കോപ്പി സാധനം നിങ്ങൾക്ക് ഏടൊന്നും തിരഞ്ഞിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഞായറാഴ്ച ഈ മാർക്കറ്റിൽ ചെന്നാൽ നിങ്ങൾക്ക് ഫസ്റ്റ് കോപ്പി സാധനം കിട്ടും കേട്ടോ. എൻ്റെ വ്യാഖ്യാനങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്തോളി, വീഡിയോ ഒന്ന് കണ്ടു നോക്കി മുഴുവനായിട്ട്.